രാഹുലിന്റെ ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് മുന്നിൽ തൊണ്ടവറ്റി കിതയ്ക്കുന്ന മോദി. അതായിരുന്നു ഇന്നലെ പാർലമെന്റ് സഭയിൽ കണ്ടത്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മുഴുനീളൻ പ്രസംഗം അദാനിയിലും അംബാനിയിലും ചെന്നു നിന്നു. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും അടക്കമുള്ള 6 പേരാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പാർലമെന്റ് ചർച്ചകളിലേക്ക് ഇവരുടെ പേരുകൾ രാഹുൽ ഇട്ടുകൊടുത്തത്. പേവിഷബാധയുള്ള ആൾ നാരങ്ങാച്ചാറ് കണ്ട പോലെയായിരുന്നു ഇരുവരുടെയും പേര് കേട്ടപ്പോൾ മോദിയുടെ എക്സ്പ്രഷൻ. ഞെട്ടിയും തട്ടിയും മുട്ടിയും പ്രസംഗത്തെ നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. മൂർച്ചയുള്ള ചോദ്യങ്ങളും റിപ്പോർട്ടുകളും കൊണ്ട് ബജറ്റിന്റെ മുനയൊടിച്ചു രാഹുൽ. അദാനിയെയും അംബാനിയെയും പറഞ്ഞപ്പോൾ പൊള്ളിയത് മോദിക്ക് മാത്രമല്ല, സ്പീക്കറിന് കൂടിയായിരുന്നു. സഭയിൽ ഇല്ലാത്തവരെ കുറിച്ച് പറയേണ്ടതില്ല എന്ന് സ്പീക്കർ രാഹുലിനോട് പറഞ്ഞു. അതിനുള്ള രാഹുലിന്റെ മറുപടി ഇവരെ A1 A2 എന്ന് പറയാം എന്നായിരുന്നു. ഭരണപ്രതിപക്ഷ വാക്കുപോരിനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വഴിവെച്ചത്. മഹാഭാരതത്തിൽ അഭിമന്യുവിന് സംഭവിച്ചതാണ് ഇപ്പോൾ ഇന്ത്യക്ക് സംഭവിക്കുന്നത് എന്ന പരാമർശത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. പ്രധാനമന്ത്രി നെഞ്ചിൽ ധരിച്ച ചിഹ്നമാണ് ആ കുരുക്ക്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണ് ആധുനിക ചക്രവ്യൂഹം സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും പത്മവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പദ്ധതികളെ കണക്കറ്റ് പരിഹസിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ബജറ്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പെയ്ഡ് ഇന്റേൺഷിപ്പ് സ്കീമിനെ തമാശ എന്നായിരുന്നു രാഹുൽ ഗാന്ധി പരാമർശിച്ചത്. BJP നേതാക്കൾക്ക് കർഷകരെ പേടിയാണെന്ന് രാഹുൽ തന്റെ പ്രസംഗത്തിൽ ചേർത്ത് വെച്ചു. ബജറ്റ് ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഉന്നതകുല ജാതിയിലുള്ളവർ. അങ്ങനെയുള്ളവർ പാവപ്പെട്ടവന്റെയോ പിന്നോക്ക വിഭാഗക്കാർക്കോ ഒന്നും നീക്കി വെക്കാതെയുള്ള ബജറ്റ് എഴുതി പിടിപ്പിച്ചു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ശരവേഗത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ മോദിയെയും നിർമ്മലയെയും രക്ഷപ്പെടുത്താൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവതരിച്ചു. നിയമം പാലിച്ച് സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് കയർത്ത് ആവശ്യപ്പെടുകയായിരുന്നു. BJP സർക്കാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടാകാം. എന്നാൽ പ്രതിപക്ഷമോ രാഹുൽ ഗാന്ധിയോ അങ്ങനെയല്ല. മോദിയുടെ ആടുന്ന കസേരയുടെ ആണി പറിക്കാൻ രാഹുലിനാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരുന്നോളൂ, ഇതിനുള്ള പണി പുറകെ വരുന്നതുമാണ്.